അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു ഷിനീസ് കിച്ചൻ. ഇന്ന് നമുക്കിവിടെ സോയ കൊണ്ട് ചിക്കൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു സോയ ഫ്രൈ ആയാലോ. സോയ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, ചെറിയുള്ളി, ഉണക്കമുളക്, ജീരകം, കറിവേപ്പില. മസാല പൊടിക്കാനുള്ള സാധനങ്ങൾ: ഉണക്കമുളക്, മല്ലി, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക. ആവശ്യത്തിനുള്ള ഓയിൽ. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് സോയ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സോയ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി മാറ്റാം. നമ്മളൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 5 ഉണക്കമുളക്, 1 സ്പൂൺ മല്ലി, പച്ചമല്ലി, കുരുമുളക് 1 സ്പൂൺ, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ വലിയ ജീരകം, 2 ഏലക്ക, 1 കഷ്ണം പട്ട. ഇതൊന്നും നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എണ്ണൻ്റെ ആവശ്യമില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂട്ടോടെ തന്നെ പൊടിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ അതിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് നമ്മൾ കഴുകി വര വെച്ച സോയ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വറുത്ത് പൊടിച്ച് വെച്ചാൽ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിയരുത്, തെരുതെരുന്നതിന് വേണം. മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ രുചികരമായ സോയ കൊണ്ടുള്ള വെജ് ചിക്കൻ ഫ്രൈ ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.